നമസ്കാരം, രാജീവ് കുമാർ, MS ലൈഫ് കോച്ച് ആൻഡ് ട്രെയിനർ. വെൽക്കം ടു ദ മൈൻഡ്ക്രാഫ്റ്റ് അക്കാഡമി. ഇന്ന് നിങ്ങൾ ഈ തമ്പനിൽ കണ്ടു കാണും, ബാറിലെ പാമ്പും ബാഗിലെ കീരിയും. ഇതെന്താണ് എന്നുള്ളതായിരിക്കും ആലോചിക്കുന്നത്. ഇത് സിമ്പിളാണ്. ഒരാള് മദ്യപിക്കാൻ വേണ്ടി ബാറിലേക്ക്, അതിനു വേണ്ടിയാണ് പോകുന്നത്. 2-3 ദിവസം സ്ഥിരമായിട്ട് ഒരു ബാഗുമായിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിന്റെ ഒരു സുഹൃത്ത് അദ്ദേഹത്തിനെ കണ്ടിട്ട് ചോദിച്ചു, അല്ല എന്താണ് ഈ ബാഗിൽ? നമ്മൾ പറഞ്ഞത്, ഞാൻ 2 അടിച്ചു കഴിയുമ്പോൾ എൻ്റെ ഫ്രണ്ടിൽ ഒരു പാമ്പ് വരും. ആ പാമ്പിനെ ഓട്ടിക്കാൻ വേണ്ടി ഞാൻ ഈ ബാഗിൽ കീരിയെ വെച്ചിരിക്കുകയാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, മനുഷ്യ, ഇത് നിങ്ങളുടെ മൈൻഡിന്റെ ഒരു ഭ്രമമാണ്, മനസ്സിന്റെ ഒരു മതിഭ്രമമാണ്. ഇത് 2 കഴിക്കുമ്പോൾ നമ്മുടെ മൈൻഡിൽ തോന്നുന്നതാണ്, ഒറിജിനൽ പാമ്പൊന്നും അല്ല. അപ്പൊ ഇദ്ദേഹം തിരിച്ചു പറഞ്ഞു, അതെനിക്കറിയാം, ഇതിനകത്തുള്ള കീരിയും ഒറിജിനൽ അല്ല, അല്ലെങ്കിൽ കീരിയും ഇല്ല, അതും എൻ്റെ ഒരു തോന്നലാണ്. ആ പാമ്പ് വരുമ്പോൾ ഞാൻ ഈ ബാഗ് തുറക്കും, അപ്പൊ കീരി അതിനെ ഓട്ടിക്കുന്നു, ഇതൊരു തോന്നലാണ്. അപ്പം ഇതെല്ലാ മനുഷ്യർക്കും ഈ ഭ്രമമുണ്ട്. മദ്യപിച്ചാലും ഇല്ലെങ്കിലും ഈ ഭ്രമമുണ്ട്. അതായത് നമ്മുടെ കൺട്രോളിൽ ഇല്ലാത്ത കാര്യങ്ങൾ, കൺട്രോളിലുള്ള കാര്യങ്ങളുണ്ട്. ചില കൺട്രോൾ ഇല്ലാത്ത കാര്യങ്ങൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ UAE നടക്കുന്ന ഫ്ലഡ്, ഭയങ്കരമായിട്ടുള്ള മഴ, നാച്ചുറൽ കലാമിറ്റീസ്, ഇപ്പൊ നമ്മൾ കേരളത്തിലെല്ലാം അനുഭവിക്കുന്ന ചൂട്, ഇതൊരിക്കലും നമ്മുടെ കൺട്രോളിലല്ല. പക്ഷെ മനുഷ്യരുടെ കൺട്രോളിലുള്ള കാര്യങ്ങളിൽ ഇതുപോലെ ചെന്ന് പെടുകയും ആ ഭ്രമത്തിൽ ഏർപ്പെടുകയും അതിനുവേണ്ടി സൊല്യൂഷന് വേണ്ടി വളരെയധികം ഇതുപോലത്തെ കാര്യങ്ങൾ സൊല്യൂഷന് വേണ്ടി കിടന്ന് പതറിക്കൊണ്ട് പലയിടത്തും ചെന്ന് സൊല്യൂഷൻ കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഈ പ്രോബ്ലം അല്ലെങ്കിൽ ആ സൊല്യൂഷൻ ഓടുന്നതിന് പകരമായിട്ട് ഇങ്ങനത്തെ ഈവൻസ്, അതായത് ഇതുപോലത്തെ ഉള്ള പ്രോബ്ലംസിലേക്ക് പോയി പെടാതിരിക്കുകയാണെങ്കിൽ, അദ്ദേഹം പോയി മദ്യപിക്കാതിരുന്നു കഴിഞ്ഞാൽ ആ ഭ്രമം ഉണ്ടാവില്ല. അതുപോലെ ഇങ്ങനത്തെ ചില ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കാം. അപ്പൊ അതിലേക്ക് നമ്മൾ പോയി പെടാതിരിക്കാനുള്ള ഒരു ബോധം, ഒരു വിസ്ഡം ഉണ്ടെങ്കിൽ അതെനിക്ക് ആവശ്യമില്ല. അതിനകത്ത് പോയി പ്രശ്നം ഉണ്ടായതിനു ശേഷം സൊല്യൂഷൻ കണ്ടെത്താൻ വേണ്ടി ഓടുന്നതിന് പകരം ഇതുപോലെ നമ്മളിൽ കൺട്രോൾ ആയിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്. ചില ടോക്സിക് റിലേഷൻഷിപ്പ് നമുക്ക് ആവശ്യം ഉണ്ടായിരിക്കില്ല. അത് ഉള്ളത് കൊണ്ട പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ മാറ്റി നിർത്തുക, അതിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കുക എന്നുള്ളതാണ്. ചില ഈവൻസ്, ചില ഡിസിഷൻസ്, ഇതെല്ലാം നമ്മളായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അപ്പൊ മനുഷ്യർ അതിനുശേഷം സൊല്യൂഷൻ ഓടുന്നതിന് പകരം ആ ഒരു ബോധം നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കുക. ഇതുപോലെ എത്ര കാര്യങ്ങൾ നിങ്ങളായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതുണ്ട്. കാരണം അല്ലെങ്കിൽ അതിൽ ചെന്ന് പെട്ടിട്ടുണ്ട്, പിന്നെയും അത് കണ്ടിന്യൂ ചെയ്യുകയാണ് അതിന് സൊല്യൂഷന് വേണ്ടി. നിങ്ങളൊന്ന് എഴുതി വെച്ച് നോക്കൂ, ഇതിന്റെ ആക്ഷൻ പാർട്ട്. എനിക്ക് അതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം, ഞാൻ തന്നെയാണോ കാരണം എന്നുള്ളൊരു തിരിച്ചറിയാനുള്ളൊരു വിസ്ഡമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. താങ്ക് യു സോ മച്ച്. ബൈ ബൈ.